നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഇപ്പോൾ കാര്യം മനസ്സിലായി. കളി ഇന്ത്യയോട് വേണ്ട. അതിന് കളത്തിലായാലും കളത്തിന് പുറത്തായാലും. കളത്തിന് പുറത്ത് ഒരുപിടി വിവാദങ്ങൾ ആളിക്കത്തി നിൽക്കവേ ഇന്നലെ T20 മത്സരവേദിയിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ. ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് ടീമിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുമായി തങ്ങൾ ഇനി കളിക്കില്ല എന്ന് നേരത്തെ പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത് ഭയപ്പെട്ടാണ് എന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാനോട് ICC പറഞ്ഞു, ഇന്ത്യയുടെ കളി ബഹിഷ്കരിക്കുന്നത് കൊള്ളാം, പക്ഷേ ബഹിഷ്കരിച്ചാൽ ഇനി കളിക്കളത്തിൽ നിങ്ങൾ ഇറങ്ങണോ എന്ന് ICC തീരുമാനിക്കും. ഗത്യന്തരമില്ലാതെ ഇന്ത്യയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഒടുവിൽ പാകിസ്ഥാൻ തീരുമാനമെടുത്തു. അങ്ങനെ കൊളംബോയിലേക്ക് ഇന്ത്യൻ പാകിസ്ഥാൻ ടീമുകൾ. ചിരവൈരികൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പാകിസ്ഥാനെ നിലംപരിശാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മിടുമിടുക്കന്മാർ. ഇക്കഴിഞ്ഞ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വിജയം മാത്രമായിരുന്നു മുന്നിൽ. കാലം മാറും, കളം മാറും, കളിക്കാർ മാറും. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആധിപത്യം തുടരും. അത് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ സർവാധിപത്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ ടീമിനെ ആദ്യം അടിച്ചോടിക്കുന്ന ഇന്ത്യയുടെ കളിക്കാർ, പിന്നീട് എറിഞ്ഞോടിക്കുന്ന ഇന്ത്യയുടെ മിടുമിടുക്കന്മാർ. കൊളംബോയിൽ നടന്നത് ഇന്ത്യയുടെ വീരഇതിഹാസം തന്നെ. ടീം ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഇന്നലത്തെ മത്സരത്തിൽ കത്തിക്കയറി. അങ്ങനെ T20 ലോകകപ്പിൽ പാകിസ്ഥാനെ തവിടുപൊടിയാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കൊളംബോ കണ്ടത്. പാകിസ്ഥാന് മേൽ 61 റൺസ് ജയത്തോടെ ഇന്ത്യ ടൂർണമെന്റിൽ സൂപ്പർ 8 റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. സൂപ്പർ 8 റൗണ്ടിൽ സ്ഥാനമുറപ്പിക്കുക മാത്രമല്ല, പാകിസ്ഥാനെ തോൽപ്പിക്കുക ഇന്ത്യയുടെ വലിയ സ്വപ്നം തന്നെ. സ്വപ്ന സദൃശ്യമായ സ്കോർ ബോർഡ്. ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റിന് 175. T20 മത്സരത്തിൽ പാകിസ്ഥാന് മേൽ നേടുന്ന ഏറ്റവും വലിയ സ്കോർ. എന്നാൽ പാകിസ്ഥാൻ 18 ഓവറിൽ തകർന്നു. 114 റൺസിന് ഓൾ ഔട്ട്. ഇഷാൻ കിഷന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി. ഇന്ത്യക്ക് ശക്തമായ അടിത്തറ പാകിയത് ഇഷാൻ കിഷൻ തന്നെ. അതുകൊണ്ട് തന്നെ ഇഷ്ക് ഇന്ത്യ എന്ന ആരാധകർ ഉച്ചത്തിൽ ജയ് വിളിച്ചു. 40 പന്തിൽ 77 റണ്ണുകൾ. പ്ലെയർ ഓഫ് ദ മാച്ച് ഇഷാൻ കിഷൻ തന്നെ. T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ. ഈ വരുന്ന 18-ാം തീയതി ഇനി അഹമ്മദാബാദിൽ വെച്ച് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യയുടെ മിടുക്കൻ ബാറ്റ്സ്മാൻമാർ ഇന്നലെ അടിച്ചുകൂട്ടിയത് 175 റണ്ണുകൾ. 176 റൺസ് പിന്തുടരാനിറങ്ങിയ പാക് ടീം. ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ സാഹിബ് സാദ ഫർഹാനെ പുറത്താക്കുന്നു. പിന്നാലെ 2-ാം ഓവറിൽ സയീം അയൂബ്, സൽമാൻ ആഗ എന്നിവരെ പുറത്താക്കുന്നു. ഇവരെ പുറത്താക്കിയ ജസ്പ്രീത് ബുംറ മത്സരത്തിൽ ഇന്ത്യൻ ആധിപത്യം ഉറപ്പിച്ചു. പാകിസ്ഥാനെ നടുക്കിക്കൊണ്ട് 3 വിക്കറ്റ് 13 റൺസ്. ഈ സ്കോറിലേക്ക് വീണ പാകിസ്ഥാന്റെ നടുവൊടിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്നവർ തിരിച്ചറിയുന്നു. ബാബർ അസമിനെ അക്ഷർ പാട്ടേൽ മടക്കിയതോടെ പവർ പ്ലേ അവസാനിക്കുന്നു. 4-38 എന്ന നില. എന്നാൽ പാകിസ്ഥാൻ 5-ാം വിക്കറ്റിൽ 39 റൺസ് കൂട്ടിച്ചേർത്തു. ഉസ്മാൻ ഖാൻ നേടിയ 44 റൺസ്, ഷതാബ് ഖാന്റെ 14 റൺസ് സഖ്യം. ഇരുവരും പുറത്തായതോടെ പാകിസ്ഥാൻ ഇന്നിംഗ്സ് തോൽവിയിലേക്ക് മടങ്ങുന്ന കാഴ്ച. ടോസ് നേടിയ പാകിസ്ഥാൻ രാത്രിയിൽ മഞ്ഞുവീഴ്ചയുണ്ടാകും എന്ന കണക്കുകൂട്ടലിൽ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ 2 ഓപ്പണർമാരും ഇടക്കയ്യന്മാർ. പാർട്ട് ടൈം ബൗളറായ ഓഫ് സ്പിന്നർ സൽമാൻ ആഗ ആദ്യ ഓവർ എറിയുന്നു. ഓവറിലെ അവസാന പന്തിൽ അഭിഷേക് ശർമ്മ മിഡ് ഓണിൽ ഷഹീൻ ഷാ അഫ്രീദിക്ക് തന്റെ ക്യാച്ച് കൊടുക്കുന്നു. പകരമെത്തിയ തിലക് വർമ്മ ഇഷാൻ കിഷന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇഷാന്റെ ബാറ്റിൽ നിന്ന് വിരിഞ്ഞ ബൗണ്ടറികൾ കോർട്ടിന്റെ 4 പാടുകളിലേക്കും പാഞ്ഞു. 10 ഫോറും 3 സിക്സും ഉൾപ്പെടെ 77 റൺസുകളാണ് ഇഷാൻ വാരിക്കൂട്ടിയത്. പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണികൾ ആദ്യഘട്ടത്തിൽ മത്സരത്തെ അനിശ്ചിതത്വത്തിലാക്കി. ICC നടത്തിയ അനുരഞ്ജന ശ്രമങ്ങൾ ഒടുവിൽ ICCയുടെ ഭീഷണിക്ക് മുന്നിൽ പാകിസ്ഥാൻ തളർന്നു. ICCക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് കളിക്കില്ല എന്ന നിലപാട് പാകിസ്ഥാൻ കൈക്കൊണ്ടത്. ഇന്ത്യയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റണമെന്ന
എന്ന ബംഗ്ലാദേശിൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കാത്തതും അതുവഴി ബംഗ്ലാദേശിന് ടൂർണമെന്റിൽ നിന്ന് പിന്മാറേണ്ടി വന്ന സാഹചര്യവുമാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പാക് ടീമിന്റെ ഏതൊരു നീക്കത്തെയും ഇന്ത്യ അതിശക്തമായി എതിർത്തു. മറുവശത്ത് ICC പാകിസ്ഥാന് മേൽ കടുത്ത മുന്നറിയിപ്പുകൾ നൽകി. ലാഹോറിൽ നടന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്നിവരുടെ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഇന്ത്യയുമായുള്ള മത്സരത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ അറിയിക്കുന്നു. ക്രിക്കറ്റ് ബഹിഷ്കരണത്തിൽ അന്തിമ തീരുമാനമെടുത്തത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ICCയുമായി നടത്തിയ ചർച്ചയിലെ വിവരങ്ങൾ PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി പാക് സർക്കാരിനെ ധരിപ്പിച്ചു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തലവൻ അമിനുൽ ഇസ്ലാം ഇന്ത്യക്കെതിരെ കളിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. ഇന്ത്യക്കെതിരെ കളിക്കാൻ പാക് ടീം തയ്യാറായില്ല എങ്കിൽ അത് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊളംബോയിലെത്തിയ പാക് ടീമും ഇന്ത്യൻ ടീമും മുഖാമുഖം. ഇത്തവണയും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ്ഗയും ടോസിന് ശേഷം പരസ്പരം കൈകൊടുത്തില്ല. മത്സരശേഷവും താരങ്ങളാരും ഹസ്തദാനത്തിന് മുതിർന്നില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ. ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വഷളായി. ഇതോടെയാണ് മൈതാനത്ത് കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ കടന്നത്. പിന്നാലെ നടന്ന ഏഷ്യൻ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാക് ക്യാപ്റ്റന് കൈകൊടുത്തില്ല. ഏഷ്യ കപ്പ് ഫൈനലിൽ നടന്ന നാടകീയ സംഭവങ്ങൾ. പാകിസ്ഥാൻ ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവ പരമ്പരകളാണ് അന്ന് ഏഷ്യ കപ്പിൽ സംഭവിച്ചത്. അതിൻ്റെ തുടർച്ച ഇന്നലെ കൊളംബോയിലും നമ്മൾ കണ്ടു. ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ വ്യക്തമായ മാർജിനിൽ ഇന്ത്യ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഏഷ്യ കപ്പിലെ വിവാദങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാക് മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചുമതല വഹിക്കുന്ന PCB മേധാവിയും കൂടിയായ മൊഹ്സിൻ നഖ്വിയിൽ നിന്നും ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചു. പാകിസ്ഥാനുമായുള്ള ബന്ധം മോശമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നഖ്വിയിൽ നിന്ന് തങ്ങൾ ട്രോഫി വാങ്ങില്ല എന്ന് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചത്. പകരം എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ട്രോഫി തങ്ങൾക്ക് കൈമാറണമെന്ന് ഇന്ത്യൻ ടീം ആവശ്യപ്പെട്ടു. എന്നാൽ നഖ്വി ഈ ആവശ്യം നിരസിച്ചു. ഇന്ത്യൻ ടീം തൻ്റെ കയ്യിൽ നിന്ന് തന്നെ ട്രോഫി സ്വീകരിക്കണമെന്ന നിലപാടിൽ നഖ്വി ഉറച്ചു നിന്നു. ഇന്ത്യൻ ടീം ട്രോഫി വാങ്ങാൻ പോഡിയത്തിൽ കയറാൻ നിൽക്കവേ ഇതാ നഖ്വിയും സംഘവും ട്രോഫിയുമായി കളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. കപ്പും വിജയികൾക്കുള്ള മെഡലുകളുമൊക്കെ നഖ്വിയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയും എടുത്തുകൊണ്ട് സ്റ്റേഡിയം വിടുന്ന കാഴ്ചയായിരുന്നു അന്ന് കൗതുകം പടർത്തിയത്. കപ്പില്ലാത്തതിനാൽ ഇന്ത്യൻ ടീം പ്രതീകാത്മക വിജയാഘോഷം നടത്തി. ഇന്നലെ കൊളംബോയിൽ പാകിസ്ഥാൻ തകർന്നടിച്ചതിന് പിന്നാലെ ഇതേ നഖ്വി സ്റ്റേഡിയത്തിൽ നിന്ന് ഊളിയിടുന്ന കാഴ്ച കൗതുകമുണർത്തി. PCB മേധാവി മൊഹ്സിൻ നഖ്വി പ്രേമദാസ സ്റ്റേഡിയം വിട്ടോടുന്ന കാഴ്ചയാണ് ഇന്നലെ ടെലിവിഷനുകളിൽ കൗതുകം പടർത്തിയത്. കേവലം ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിനപ്പുറം പാകിസ്ഥാൻ വലിയ വിവാദങ്ങളിലേക്ക് ഉയർത്തിയിരുന്നു ഇന്നലെ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തെ. ഒടുവിൽ തകർന്നടിഞ്ഞ് ദുരിതക്കയത്തിലാകിയ പാകിസ്ഥാൻ നാണം കെട്ടോടുന്ന കാഴ്ച. ഇന്ത്യ ആഹ്ലാദത്തിമിർപ്പിലാണ്. പാകിസ്ഥാൻ ഒരു പിടി ചാരമായി തീർന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.